അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലുള്ള സ്കൂൾ ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് ഇന്ത്യൻ സ്റ്റഡീസ്, കാസർഗോഡുള്ള കേരള കേന്ദ്ര സർവകലാശാലയിലെ യോഗ, മലയാളം, കൾച്ചറൽ സ്റ്റഡീസ്, ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കൂടെ സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സെമിനാറിന് പറ്റി രാംജി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഈ വിഷയത്തിൽ ക്രമദർശനം, കാശ്മീര സേവ എന്നുള്ള വിഷയത്തിൽ ലോകത്തിലെ തന്നെ പ്രമുഖരായിട്ടുള്ള സ്കോളേഴ്സ്, രാജാനക്ക നവജീവൻ രസ്തോഗിയെ പോലെയുള്ള, ഡോക്ടർ മധു പോലെയുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങാണിത്. അപ്പൊ അതിനെപ്പറ്റി രാംജി നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ജനുവരി 14, 15, 16 തീയതികളിൽ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു സെമിനാറിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി വിളിച്ചൊരു വിളംബര എന്താ പറയാ വിളംബര മീറ്റിംഗ് ആണ്. വിളംബര മീറ്റിംഗ് എന്ന് പറയാൻ പറ്റുമോ? ഒരു വിളംബര സന്ദേശമാണ്. ശരി. ഇത് കേരളത്തിന്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കശ്മീരത്തിന്റെ പദ്ധതിയായിട്ടുള്ള കുലക്രമ സമ്പ്രദായം നിലനിന്ന് വരുന്നു എന്നുള്ളത്. ലോകത്ത് മുഴുവൻ കശ്മീര ശൈവത്തെ കുറിച്ച് പഠിക്കുന്ന സ്കോളേഴ്സ് ഉണ്ട്. നമ്മൾ നോക്കുകയാണ്, കശ്മീര ശൈവ സ്കോളേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഉള്ള സ്കോളേഴ്സിന്റെ പേരുകൾ നമുക്ക് കിട്ടും. വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, സ്കോളേഴ്സ് ഇൻ കശ്മീർ ശൈവ. എല്ലാവരും വിദേശ സ്കോളേഴ്സ് ആയിരിക്കും. മിക്കവാറും വിദേശ സ്കോളേഴ്സ് ആയിരിക്കും. വളരെ വിരലിലുണ്ടാവുന്നവർ മാത്രമായിരിക്കും ഇന്ത്യൻ സ്കോളേഴ്സ് ഉണ്ടാവുക. അങ്ങനെ ലോകം മുഴുവൻ വിദേശ സ്കോളർമാർ ധാരാളമുള്ള ഒന്നാണ് കശ്മീർ ശൈവം. അത് മാത്രമല്ല, വിദേശ യൂണിവേഴ്സിറ്റികളിൽ, വളരെ വിഖ്യാതമായിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ, അതിപ്പോൾ ചിക്കാഗോ ആവട്ടെ, ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികളാവട്ടെ, അല്ലെങ്കിൽ സൊയാസ് ആവട്ടെ, ലണ്ടനിലെ സൊയാസ് ആവട്ടെ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് ആവട്ടെ, ഇവിടെയൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു ദർശനാണ് കാശ്മീര ശൈവ പദ്ധതി, അല്ലെങ്കിൽ കാശ്മീര ശൈവ കാശ്മീര ശൈവ ദർശനം എന്ന് പറയാം. അപ്പൊ കാശ്മീര ശൈവ പദ്ധതിയെ ഇവരൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്കിലും ഇതിലാരും സത്യത്തിൽ ഇതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് കണ്ടിട്ടില്ല എന്നുള്ളൊരു സത്യമുണ്ട്. എന്ന് വെച്ചാൽ ലോകം മുഴുവൻ സ്കോളേഴ്സ്, അക്കാഡമിക് സ്കോളേഴ്സ് ഉണ്ട് എങ്കിലും അവരാരും ഇത് പ്രവർത്തിപ്പിക്കാവുന്ന ഒരു സാധനമാണ് എന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ഒരു സാധനം നിലനിൽക്കുന്നുണ്ട്. കാരണം കശ്മീരിന്റെ പ്രത്യേക പൊളിറ്റിക്കൽ സാഹചര്യം വെച്ച് കശ്മീരിൽ ഈ പദ്ധതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. പല കാരണങ്ങൾ കൊണ്ടുണ്ടായി. അത് ഇന്നുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ സാഹചര്യം മാത്രമല്ല, അതിന് മുമ്പും അത് പ്രാക്ടീസ് ചെയ്യാതെ അത് നിന്നുപോയതായിട്ട് കാണാൻ പറ്റും. പക്ഷേ അത്ഭുതകരമായ കാര്യം, ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് കേരളത്തിൽ നമ്മുടെ 13 ശാക്തകാവ്, 13 അതിലധികം ഉണ്ട്, 13 ശാക്തക്കാവുകളിൽ കാശ്മീര ശൈവ പദ്ധതി പ്രകാരമുള്ള കുലക്രമ സമ്പ്രദായത്തെ അത് യഥാതഥം പ്രാക്ടീസ് ചെയ്യുന്ന രീതി കണ്ടുവരും. ഇത് ഒരു 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 സ്പെക്ടക്കിളാണ്, ഒരു അത്ഭുതമാണ്. ഇന്റർനാഷണൽ സ്കോളേഴ്സിനെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ ആ കാവിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടാവും, അവിടെ പൂജ ചെയ്യുന്നവരുണ്ടാവും. അവർ പോലും ചിലപ്പോൾ ഇത് ഈ വിശാലമായ ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഈ പദ്ധതിയെക്കുറിച്ച് ഒരു സംശയം പോലെ കുറച്ചു കാലം മുമ്പേ ആളുകൾ എഴുതി തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അജിതേട്ടനെ പോലത്തെ ആളുകൾ ഇതിൽ പേപ്പറൊക്കെ ചെയ്തിട്ടുണ്ട്. ശാക്ത ബ്രാഹ്മൺ റിച്വൽസിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഗിരീഷേട്ടൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മാധവ്ജി ഇതിന്റെ ഒരു സൂചനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും വ്യക്തമായി മനസ്സിലാക്കാതെയാണ് ഒരിക്കൽ ഞാൻ കശ്മീര പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ കാവുകൾ, അതായത് ക്രമകാളിയുമായി ബന്ധപ്പെട്ടായിരിക്കാം കേരളത്തിലെ 13 കാവുകൾ എന്നൊരു ചിന്ത ഉണ്ടായി. ആ ചിന്ത ഉണ്ടായത് മാടായിക്കാവിന്റെ മുറ്റത്തിൽ വെച്ചിട്ടാണ്. മാടായിക്കാവിലമ്മ എന്നെ നേരിട്ട് പറഞ്ഞതുപോലെയാണ് ആ ചിന്ത ഉണ്ടായത്. അത് ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഡിസംബർ മാസം നമ്മുടെ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത രാജാനഗ മാർക്ക് ഡിച്ച്കോസ്കി ഈ 13 കാവുകളിലൂടെ സഞ്ചരിച്ചു. അദ്ദേഹം വന്ന സമയത്ത് 13 കാവുകൾ നമ്മുടെ എന്താ പറയാ കുലക്രമ സമ്പ്രദായത്തിൽപ്പെട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഹൈപ്പോത്തസിസ് ആയിരിക്കാം, ചിലപ്പോൾ ശരിയാവണമെന്നില്ല എന്നുള്ള ചിന്തയിലാണ് മാർക്ജി വന്നത്. ചിലപ്പോൾ നിങ്ങൾ വെറുതെ പറയായിരിക്കാം എന്നുള്ള ചിന്തയിലാണ് വന്നത്. ആദ്യത്തെ കാവിലൊക്കെ അദ്ദേഹം വളരെ സസ്പീഷ്യസ് ആയിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, മാർക്ജി ഹൈപ്പോത്തസിസ് ഓപ്പൺ ആയിരിക്കട്ടെ, നമുക്ക് നോക്കാലോ ഉണ്ടോ ഇല്ലേ.
അങ്ങനെ മാഗ്ജി ആ മുറ്റത്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ആ ആ അവിടുത്തെ മുഖ്യ ദേവതയുടെ നവാക്ഷരി മന്ത്രം അവിടുത്തെ മുഖ്യ പിടാരര് മാഗ്ജിക്ക് ചൊല്ലിക്കൊടുത്തു. മാഗ്ജി അത്ഭുതത്തോടു കൂടെ അത് കേട്ടു. അതിനുശേഷം മാടായിക്കാവിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ 40 വർഷത്തെ സപര്യയിൽ അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ, പുസ്തകങ്ങളിലൂടെയുള്ള ജീവിതയാത്രയിൽ പരിചയിച്ച ആ കാലസംഘർഷിണിയെ ക്ഷേത്രത്തിൽ കണ്ടു. അദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് മാമാനത്തുകാവിൽ വെച്ച് തിരിഞ്ഞു നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഐ ക്യാൻ സീ ഹെർ ഹിയർ എന്ന് പറഞ്ഞു. കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗുരുനാഥൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നേരിട്ട് വന്ന് കാണുമായിരുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത്രയും കാലം ഞങ്ങൾ പുസ്തകത്തിൽ മാത്രം കണ്ട് പരിചയിച്ച ഒരു ദേവത ഇതാ ഇവിടെ പൂജകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നു. ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരു വലിയ ഒരു 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 ഐ ഓപ്പണിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ജോ ഡ്രോപ്പിംഗ് മൊമെന്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ആ ഒരുപക്ഷെ ആ കാഴ്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാനത്തെ കാഴ്ചയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാനത്തെ കാഴ്ചയായിരുന്നു. ആ കാഴ്ചയുടെ അവസാനം അദ്ദേഹം നമ്മെ വസന്ത പഞ്ചമി ദിവസം കാലസംഘർഷിണി പര അദ്ദേഹത്തെ ആ പരയുടെ എന്താ പറയാ സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതം ധന്യമായി എന്ന് തോന്നുന്ന ഒരു നിമിഷം. അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. ഇനി എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്യാനില്ല, ഞാൻ ചെയ്യേണ്ടതെല്ലാം കണ്ടുകഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ പ്രവർത്തനം നമ്മൾ രാജാനക പുരസ്കാരത്തിന്റെ സമയത്തായിക്കോട്ടെ, അതിന് മുമ്പത്തെ കാര്യത്തിലായിക്കോട്ടെ, മുമ്പുണ്ടായിരുന്ന ക്രമ സെമിനാറിലായിക്കോട്ടെ, ഇവരൊക്കെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാരതം എന്ന ഈ രാഷ്ട്രത്തിന്റെ സാംസ്കാരിക അസ്തിത്വം നിർണയിക്കുന്നത് തന്ത്രവും കൂടിയാണ്. അതുകൊണ്ട് കശ്മീരത്തിന്റെ പദ്ധതി കേരളത്തിൽ പ്രായോഗികമായിട്ടുള്ള ഒരു സംവിധാനമായി നിലനിൽക്കുന്നുണ്ട്. കശ്മീരത്തിന്റെ പദ്ധതി കേരളത്തിൽ പ്രായോഗികമായി നിലനിൽക്കുന്നുണ്ട്. ഇത് വെറുതെ നമ്മൾ പറഞ്ഞാൽ പോരാ, ഇത് നമുക്ക് കൃത്യമായി ഒരു പദ്ധതി ഉണ്ട് എന്ന നിലയിൽ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്, പറയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ലോകത്തെ അക്കാഡമിക് സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണ നമ്മൾ ക്രമ ആൻഡ് കൾച്ചറൽ ഫ്ലോസ് കശ്മീർ ഷേവിസം ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യ എന്നൊരു സെമിനാർ, ഇന്റർനാഷണൽ സെമിനാർ നമ്മൾ ഇവിടെ വെച്ച് നടത്തുന്നത്. കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഇതിന് നമ്മുടെ കൂടെ കൂടിയിരിക്കുന്നത്, നമ്മുടെ കൂടെ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ICPR ആണ്, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഫിലോസഫിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു നാഷണൽ ഓർഗനൈസേഷന്റെ ഗവൺമെന്റിന്റെ സംഘടനയാണ്. ICPR ആണ് ഒന്നുള്ളത്. രണ്ടാമത്തത് ആ യൂണിവേഴ്സിറ്റി തന്നെയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാസർഗോഡാണ്. അവിടുത്തെ രണ്ട് ഡിപ്പാർട്ട്മെന്റ്, മലയാളം ഡിപ്പാർട്ട്മെന്റ്, യോഗ ഡിപ്പാർട്ട്മെന്റ്, കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്, ഇവരൊക്കെ അതിൻ്റെ കൂടെ സഹകരിക്കുന്നുണ്ട്. ഒപ്പം JNUവിലെ സാൻസ്ക്രിറ്റ് ആൻഡ് ഇന്ത്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കൂടെ സഹകരിക്കുന്നുണ്ട്. ഇത്രയും യൂണിവേഴ്സിറ്റികളുടെ സഹായത്തോടുകൂടെ അല്ലെങ്കിൽ സഹകരണത്തോടുകൂടെ നടക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ അക്കാഡമിക്കായ ഉന്നത നിലവാരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സെമിനാറാണ് ക്രമ ആൻഡ് കൾച്ചറൽ ഫ്ലോസ്. ഇത് ജനുവരി 14 മുതൽ 16 വരെയാണ്. മുഖ്യമായും വിദ്യാർത്ഥികളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇപ്പം നമ്മളെല്ലാവരും വിദ്യാർത്ഥികളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ കോളേജ്, അതായത് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർ പഠിക്കുന്ന വിഷയം കശ്മീര ശൈവ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ കഴിഞ്ഞ തവണ കാലടി സാൻസ്ക്രിറ്റ് കോളേജിൽ ആ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 5 ദിവസത്തെ ഒരു സെമിനാർ പോലെ, ഒരു ക്ലാസ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു കശ്മീർ ശൈവ. ഇതൊക്കെ കോളേജിൽ പഠിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ PhD ചെയ്യുന്നവരുണ്ടാവും. ഇവർക്കൊക്കെ ഇത് കാണാനും അറിയാനും കൂടുതൽ പഠനങ്ങൾ നടത്താനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ക്രമ ആൻഡ് കൾച്ചറൽ ഫ്ലോസ്. അപ്പൊ ഇതിന് എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. നേരത്തെ അബി പറഞ്ഞതുപോലെ ലോകപ്രസിദ്ധരായിട്ടുള്ള സ്കോളേഴ്സ്, തന്ത്രത്തിലെ വലിയ സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകളെ നേരിട്ട് കേൾക്കാനും സംവദിക്കാനും പറ്റുന്ന ഒരു അപൂർവമായ അവസരമാണ് ഇത്. അതിൽ മധു കന്നാജി ഉണ്ട്, ഉണ്ട്, അർഖ്യ ദീപ്ത ഉണ്ട്, പ്രൊഫസർ നവജീവൻ ദസ്തോഗിജി, രാജാനഗർ നവജീവൻ ദസ്തോഗിജി ഉണ്ട്, ഗിരിരത്ന മിശ്രാജി ഉണ്ട്, അനുപമ മിശ്രാജി ഉണ്ട്, ജോർജ് ബാർസലാർ, സ്വാമി ലക്ഷ്മൺജുവിന്റെ കൂടെ നടന്ന ജോർജ് ബാർസലാർജി ഉണ്ട്. അങ്ങനെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ, ഈ വിഷയത്തിൽ സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകളെ നേരിട്ട് കേൾക്കാനുള്ള അവസരമാണ് ഈ പരിപാടി. വളരെ വിശാലമായിട്ടുള്ള ഒരു ഡെലിഗേറ്റ്സ് ഇൻവിറ്റേഷൻ നമ്മൾ അയച്ചിട്ടുണ്ട്. ഭാരതത്തിലെ പ്രസിദ്ധരായിട്ടുള്ള താന്ത്രിക സ്കോളർമാർക്കൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അതിൽ
പങ്കെടുക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഒരു ഭാഗം പേപ്പർ പ്രസന്റേഷൻസ് ആണ്. പേപ്പർ പ്രസന്റേഷൻ വളരെ കൃത്യമായിട്ട് വിദ്യാർത്ഥികളുടെ, അതായത് കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾ, യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഇവരിൽ നിന്നൊക്കെ ആബ്സ്ട്രാക്റ്റുകൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ ആബ്സ്ട്രാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പം നമുക്ക് 8 ഉണ്ട് തോന്നുന്നു ലബി. അതെ രാംജി, 8 ഉണ്ട്. 8 അബ്സ്ട്രാക്റ്റുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ 8ഓളം പ്രസന്റേഷൻസ്, ഈ വിഷയത്തിൽ വിവിധമായിട്ടുള്ള 8ഓളം പ്രസന്റേഷൻസ്, അക്കാഡമിക് പ്രസന്റേഷൻസ് ഉണ്ടാവും. ഒപ്പം എല്ലാ ദിവസവും വൈകുന്നേരം കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും. അതിൽ ആദ്യത്തെ ദിവസം കൾച്ചറൽ പ്രോഗ്രാം ഭഗവതി നാനെ എന്ന് പറയുന്ന ഒരു കുച്ചിപ്പുടി ഒരു പെർഫോമൻസ് ആണ്. അത് ശ്രീലക്ഷ്മി ഗോവർദ്ധനാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവതി നാനെ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കുച്ചിപ്പുടി പ്രസന്റേഷൻ, കാളിയുടെ ഒരു 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 ഗംഭീരമായ പെർഫോമൻസ് ആണ്. അതിന് ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ളതാണ്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ അത് നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ്. രണ്ടാമത്തെ ദിവസം കളമ്പാട്ടാണ്. കളമ്പാട്ട് നമ്മളെ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടു പരിചയിച്ച ഒന്നാണ്. അതിൽ കാളിയുടെ ദാരിക നിഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിമനോഹരമായ ട്രഡീഷണൽ ആയിട്ടുള്ള പൗഡർ ഡ്രോയിങ് പ്രാക്ടീസ്. അത് നമ്മുടെ ഒരു വെർട്ടിക്കലാണ്, അഭിനവഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു വെർട്ടിക്കലാണ്. കാശ്മീർ ശൈവം പോലത്തെ ഒരു വെർട്ടിക്കലാണ് കളമ്പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ദിവസം കളമ്പാട്ട് നടക്കുന്നത്. അപ്പം ഇങ്ങനെ 2 കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. ഒപ്പം ആ ദിവസം മാഗ്ജിയുടെ കൂടെ 14 ഈ പറയുന്ന ഇത്രയും ദിവസം നമ്മൾ സഞ്ചരിച്ചു. ആ സഞ്ചരിച്ച അതായത് നമ്മുടെ സെമിനാറിന് വേണ്ടി, നമ്മുടെ ആ ടൂറിന് ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ചു. ആ ടൂറിന്റെ ഭാഗമായി സഞ്ചരിച്ച ആ മാഗ്ജിയുടെ ആ യാത്ര ഏതാണ്ട് 9 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രസന്റേഷൻ ആയിരുന്നു. വീഡിയോ ഫൂട്ടേജ് ആയിരുന്നു. നമ്മളത് ഷോർട്ട് ചെയ്ത് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഡോക്യുമെന്ററി ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രദർശനം അവിടെ വെച്ച് സംഭവിക്കുന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ആ പരിപാടിയിലുള്ളത്. വരുന്ന ഒരു മിനിറ്റ്, എല്ലാവർക്കും ഞാൻ അതിന്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ചെറിയ 1 മിനിറ്റുള്ള അതിന്റെ ഒരു സ്റ്റാർട്ടിങ് കാണിക്കാം. അബിയുടെ കയ്യിലുണ്ടോ അത്? ഇല്ല, രഞ്ജന്റെ കയ്യിലില്ല. ഞാനത് കാണിക്കണം എന്ന് വിചാരിച്ചല്ല, അതിനെ കൊണ്ടാണ്. അത് കാണിക്കല്ല അബി, നമ്മള് പ്രസിദ്ധീകരിച്ചില്ല എന്നാലും. ഓ, കാണിക്കാലോ. പ്രോഗ്രാമിന്റെ ലോഗോ ഇതാണ്. കാളിയാണ്, കൾച്ചറൽ ഫ്ലോസിനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പ്രോഗ്രാമിന്റെ ലോഗോ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം, അത് കൺഫർമേഷൻ വരുന്നേ ഉള്ളൂ, നേരത്തെ പറയാണ്. ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം കേരളത്തിന്റെ ഗവർണർ ഉദ്ഘാടനവും കാശ്മീർ ഗവർണർ സമാപനവുമായിട്ടാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സംസാരിച്ചിട്ടുള്ള അങ്ങനെയാണ്. ബാക്കി നോക്കാം എങ്ങനെയാണ് അത് നടക്കുക എന്നുള്ളത്. എന്തായാലും ആദ്യമേ അനൗൺസ് ചെയ്തിട്ട് നോക്കാം. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ ഡേറ്റിന്റെ കാര്യമൊക്കെ ഒന്ന് കൺഫേം ചെയ്യേണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും അങ്ങനെ ആകുമ്പോഴേ ആ കാര്യം ലോകത്തിന്റെ മുമ്പിൽ അറിയുന്ന തലത്തിലാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്.
ഒരു മിനിറ്റുള്ള വീഡിയോ ഒന്ന് വെറുതെ എല്ലാവർക്കുമായിട്ട് ഒന്ന് കാണാൻ വേണ്ടി. ഇതിന്റെ പ്രസന്റേഷൻ അവിടെ വെച്ചിട്ടുണ്ടാവും. മാർജിക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ്. കേൾക്കുന്നുണ്ടെങ്കിൽ പറയണേ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. I'm very glad, Mother's blessing. For me, 13 Kalis, this was highest form of Kashmiri Shaivism. And I think it's the most special yatra I've ever done in my life. And it came at towards the end of my life. So that has a very great significance for me. Kashmir and Kerala, two states at either ends of Bharat, like two vastly different ends of a spectrum. But there exists an invisible thread that connects them, culturally and spiritually, for millennia. That remained hidden. Kashmir Shaiva Tantra. And it took a man from Europe to illuminate the path. Rajanaga Mark Dyczkowski. A string of 13 kavu across the length of Kerala from north to the south follows the ancient practice of Kula Krama philosophy, a lineage that was veiled in obscurity for ages until now. ഒരു ചെറിയ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. അത് ഒരു വിശാലമായ ഡോക്യുമെന്ററിയാണ്. ഏതാണ്ട് 9 മണിക്കൂർ ഫൂട്ടേജ് ഉണ്ട്. അപ്പൊ അതില് പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് 9 മണിക്കൂറും കാണിക്കാൻ അത് ഒരു അവൈലബിൾ ആയിരിക്കും. അതല്ല പെട്ടെന്ന് 1 മണിക്കൂർ കാണേണ്ട ആളുകൾക്കായിട്ട് ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു മണിക്കൂർ ഡോക്യുമെന്ററി ആയിട്ടുണ്ട്. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് കാണിച്ചത്. ഇത് മാഗ്ജിക്കുള്ള നമ്മുടെ ഒരു ട്രിബ്യൂട്ടാണ്. കശ്മീർ ശൈവത്തിന്, ത്രികദർശനത്തിന്, അഭിനവ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്മുടെ എല്ലാവരും വലിയൊരു സമർപ്പണമാണ്. നാളെ ജീവിക്കുന്ന എല്ലാവർക്കും എത്ര 1000 കൊല്ലം കഴിഞ്ഞാലും കാണാനുള്ള ഒരു വർക്കാണ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈ സെമിനാറിന് നടക്കുന്നത്. ഇത്രയൊക്കെയാണ് നടക്കുന്നുണ്ടാവുക. നമുക്ക് അവിടെ 150 പേരാണ് സെമിനാറിന്റെ മൊത്തം. നമ്മുടെ അവിടുത്തെ സ്ട്രെങ്ത് 150 പേരെ കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതിൽ താമസ സൗകര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. സ്കോളേഴ്സ് ആയിട്ടുള്ള, യൂണിവേഴ്സിറ്റി സ്കോളേഴ്സ് ആയിട്ടുള്ള, അക്കാഡമിക്സിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ് സെമിനാർ. അവർക്ക് രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ, രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. നമ്മുടെ കൂടെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ സാധാരണ അല്ലാതെ പങ്കെടുക്കുന്ന ആളുകൾക്ക് നമ്മൾ 1500 രൂപയാണ് 3 ദിവസത്തേക്ക് ഒരു രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ടുള്ളത്. ഇത്രയാണ് കാര്യങ്ങളുള്ളത്. അത് നോക്കാമോ? നോക്കിയിട്ട് പ്ലീസ് മേക്ക് അറ്റ്ലീസ്റ്റ് ദ പ്ലീനറി അവൈലബിൾ ഓൺലൈൻ ഫീ രജിസ്റ്റർ. അത് നോക്കട്ടെ. ഞങ്ങൾ അത് നമ്മൾ മൊത്തം പ്രോഗ്രാം ഓൺലൈൻ ഇത് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആലോചിക്കുന്നുണ്ട്. അത് നോക്കട്ടെ. എന്തായാലും പ്രോഗ്രാമിന്റെ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിലും അത് കഴിഞ്ഞാൽ ചിലപ്പം കിട്ടേണ്ടതാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ലൈവായിട്ട് ചിലപ്പോൾ പറ്റണമെന്നില്ല. പക്ഷെ അത് ലഭ്യമാവും. എന്തായാലും അത് ലഭ്യമാവുന്ന രീതിയിലായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് നേരിട്ട് പങ്കെടുക്കാന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നിങ്ങൾ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കണം. ഇപ്പൊ സ്കോളേഴ്സിന് കൂടി വരുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ സ്കോളേഴ്സിന്റെ എണ്ണം നമ്മുടെക്കാൾ കൂടുകയാണെങ്കിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ അവസാനം വരുന്ന ആളുകളെ മാറ്റിയിട്ട് സ്കോളേഴ്സിനെ കൊള്ളിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പൊ അതുകൊണ്ട് ആരും അതിൽ വിഷമം വിചാരിക്കരുത്. അത് ആദ്യമേ പറയാണ്. കാര്യം വേറൊന്നുമല്ല, ഇത് പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി സ്കോളേഴ്സിനെ, അക്കാഡമിക് സ്കോളേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ള സെമിനാറാണ്. അപ്പൊ കുട്ടികൾക്ക് മുൻഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടി വരികയാണെങ്കിൽ നമുക്ക് പിൻഗണനാ ക്രമത്തിൽ അങ്ങനെ പറയണം, പിൻഗണനാ ക്രമത്തിൽ നിന്ന് പുറകുന്നുള്ള ആളുകളെ മാറ്റേണ്ടതായിട്ട് വരും.
അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും അതിൽ വിഷമം വിചാരിക്കരുത്. ആ, കേൾക്കാൻ പറ്റുമോ? ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വേണ്ട. ഞാൻ അത്തരം കാര്യങ്ങൾ ഞാൻ പറയാം. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വേണ്ട എങ്കിൽ കേൾക്കാൻ പറ്റുന്ന സൗകര്യം ചെയ്യാൻ പറ്റും. എന്തായാലും രജിസ്റ്റർ ചെയ്യണം. എല്ലാവരും പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യണം. ഇതിന് ഇതിന്റെ ഫീസ് എന്നുള്ളത് അങ്ങനെ ആലോചിക്കരുത്. നമുക്ക് ICPR ഫണ്ട് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമിന്. അതുകൊണ്ട് അത് പക്ഷേ സ്കോളേഴ്സിനെ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്, ബാക്കിയുള്ള ചെലവുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അഥവാ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വേറെ എന്ന് പറയാൻ പറ്റില്ല. ഫുഡ് എന്തായാലും തന്നല്ലേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അക്കോമഡേഷൻ നമുക്ക് ചിലപ്പോൾ വേറെ പുറത്താണെങ്കിലും ഫുഡ് എന്തായാലും അവിടെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ആലോചിക്കണ്ട. ആർക്കെങ്കിലും വളരെ അതിയായി പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിത്യയുടെ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നിത്യയുടെ നമ്പർ ഒന്ന് ഇതിൽ ടൈപ്പ് ചെയ്യണം. അതിൽ വിളിച്ചിട്ട് ഞങ്ങൾ ഉണ്ട് എന്ന് പറയണം. അപ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫോം അയച്ചു തരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2-3 കാര്യമുണ്ട്. രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഡെലിഗേറ്റ് ബാഡ്ജ്, ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഇത് ചോദിക്കുന്നത്. അതുകൊണ്ട് ആരും അവസാന നിമിഷത്തേക്ക് അത് വെക്കരുത്. ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവരും പരിപാടിക്ക് പങ്കെടുക്കണം. വലിയ ഒരു പരിപാടിയാണ്, വലിയ പ്രോഗ്രാമാണ്, അക്കാഡമിക്കലി വലിയ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ അവസരം എന്തായാലും ഉപയോഗിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഭംഗിയായിട്ടുള്ള നടത്തിപ്പിനായിട്ട് സങ്കല്പമൊക്കെ വെക്കുക. ഒരു വലിയ അക്കാഡമിക് എൻഡവറാണ്. അഭിനവ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കാഡമിക് ജേണിയിൽ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെല്ലാവരും വേണ്ട കാര്യങ്ങൾ നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു സെമിനാറാണ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മലയാളികൾ എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു പദ്ധതി കേരളത്തിൽ അതിമനോഹരമായ വിധത്തിൽ നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, അറിയുക, അവിടെയൊക്കെ പോകാൻ പറ്റുക എന്നൊക്കെ പറ്റുന്ന വലിയ വലിയ ഭാഗ്യമാണ്. അപ്പൊ അതിനെ അക്കാഡമിക്കലിയും കൂടി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ള വലിയൊരു കാര്യം ഇതിലുണ്ട്. ചോദ്യം നേരിട്ട് ചോദിക്കാം, അതെങ്കിൽ എഴുതി ചോദിക്കാം. ഈസ് ഇറ്റ് ഹൗ ക്യാൻ സ്റ്റുഡൻസ് രജിസ്റ്റർ? നിത്യയുടെ നമ്പർ ഇപ്പൊ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ നമ്പർ നോക്കാം. നിത്യ എന്ന് പറയുന്ന നമ്പർ കാണാം. അത് പിൻ ചെയ്യാൻ പറ്റില്ല. നിത്യ പിൻ ചെയ്യാൻ പറ്റില്ല. ആ ലിങ്ക് ഒന്ന് കൊടുത്താൽ മതി നിത്യ. ഫോമിന്റെ ലിങ്ക്. നിത്യ നമ്പർ കൊടുക്കണമെന്നില്ല, ഫോമിന്റെ ലിങ്ക് കൊടുത്താൽ മതി. അവിടെ സ്റ്റുഡന്റ് ശ്രീപാർവതി ചോദിക്കുന്നു, അവിടെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആള് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടോ? രജിസ്റ്റർ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ്, അവിടെയുള്ള സ്റ്റുഡൻസും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുക, ഫീസ് ഇല്ല, രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യണമെന്ന് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ സമയത്ത് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മുൻകൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത്. നമുക്ക് എത്ര ആളുണ്ട്, എത്ര പ്രോഗ്രാം ആൾക്കാരുണ്ട്, അതിനനുസരിച്ച് വേണം ഡെലിഗേറ്റ് ബാഡ്ജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സെമിനാറിന്റെ ബ്രോഷർ ഇവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ നിത്യ? രാംജി, ബ്രോഷറും അതേപോലെ തന്നെ ഗൂഗിൾ ഫോം ലിങ്കും ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തോളാം. എല്ലാവർക്കും ഷെയർ ചെയ്യാം. പെട്ടെന്ന് തന്നെ ചെയ്തോളൂ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നേരിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ടോ? സ്റ്റുഡന്റ് രജിസ്ട്രേഷനും നോർമൽ രജിസ്ട്രേഷനും സെപ്പറേറ്റ് ആണോ? ശ്രീജി ചേച്ചിയാണ് അതിന്റെ കോർഡിനേറ്റർ പ്രോഗ്രാമിന്റെ. ഓക്കെ, എന്നാ ഒന്ന് പറയോ, വിവരം ഒന്ന് പറയോ? ഞാൻ പറഞ്ഞാൽ മതിയോ? അത്രേ ഉള്ളൂ. സ്റ്റുഡന്റ് രജിസ്ട്രേഷനും അല്ലാത്ത രജിസ്ട്രേഷനും ഫോം സെപ്പറേറ്റ് ആണ്. ആക്സസ് എടുക്കാം.
ഒന്ന് ശ്രീവിദ്യ ചേച്ചിയെ പോസ്റ്റ് ആക്കുമോ? പറഞ്ഞോ. പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാമോ? ഓക്കെ. സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവർക്കും നോർമൽ രജിസ്ട്രേഷനും രണ്ടും ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അത് നിത്യോട് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞ് മേടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ലിങ്ക് മെൻഷൻ ചെയ്യുമ്പോൾ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ, നോർമൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻസിന് അക്കോമഡേഷൻ നമ്മൾ അവിടെ ഹോസ്റ്റലിലൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ സെപ്പറേറ്റ് ആണ്. പിന്നെ അവരുടെ ട്രാവലും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് സെപ്പറേറ്റ് ആണ്. ഫോംസിൽ സെപ്പറേറ്റ് ആയിട്ട് അത് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് എൻറ്റയർലി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സ്റ്റുഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഒഫീഷ്യൽ തന്ത്ര സ്റ്റുഡൻസ് ആണോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തന്ത്ര സ്റ്റുഡൻസിനെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ യൂണിവേഴ്സിറ്റി അല്ല, സ്റ്റുഡൻസിനെ അതെ. ഉദ്ദേശിച്ചത്. അതെ, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ്. കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ്. ചോദ്യങ്ങൾ എടുത്തോട്ടെ ഇനി ചേച്ചി. ചേച്ചി ചോദിച്ചോ. രാംജി നമസ്തേ. നമസ്തേ. സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളോ അതോ ഇനി ഫിലോസഫി ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അങ്ങനെ ഓ, രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, തീർച്ചയായിട്ടും. അതെ, ഉണ്ട്. സ്റ്റുഡന്റ് ഓഫ് കാശ്മീർ സേവിസം. പക്ഷെ ഈ ഓക്കെ, ഫോമില് ICPRന്റെ ഒരു നിബന്ധന ഉണ്ട്, സ്റ്റുഡൻസ്, യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റുഡൻസിന് എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ഓക്കെ. അവർക്ക് അപ്പൊ പ്രയോറിറ്റി. അതെ, പ്രയോറിറ്റി അതെ. എന്ന് വെച്ചാൽ നമ്മളെ ആൾക്കാർ വന്നു നിറഞ്ഞു, അത് കഴിഞ്ഞ് സ്റ്റുഡൻസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നിൽ നിന്ന് മുന്നിലുള്ള ആളുകളെ അവിടെ സ്റ്റേ ചെയ്യും. അവസാനം രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ നോക്കിയിട്ട് ഇങ്ങനെ, അതാണ് പറയുന്നത് പിൻഗണനാ ക്രമത്തിൽ, അങ്ങനെ ഒരു ക്രമം പറയാറില്ല. പിൻഗണനാ ക്രമത്തില് ആളുകളെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിലൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞാണ്. അവിടെ ഉണ്ടായിരുന്നെങ്കിലോ വന്നേനെ. ഞാൻ ഇല്ല, അപ്പൊ യുഎസിലാണ്, ഇപ്പൊ ഇല്ല. യുഎസിലാണ്. അപ്പൊ നോക്കൂ, അപ്പൊ റെക്കോർഡഡ് ഉണ്ടാവോ? റെക്കോർഡ് റെക്കോർഡ് നോക്കട്ടെ. ചെയ്യുന്നുണ്ടാവോ? നമ്മൾ റെക്കോർഡിങ് അവിടെ ഉണ്ടാവും. ആ സമയത്ത് എങ്ങനെയാന്നുള്ളത് നോക്കട്ടെ. ഏതെന്ന് വെച്ചാൽ ലൈവ് റെക്കോർഡിങ് എങ്ങനെയാണെന്നുള്ളത് ടെക്നിക്കലി ഒക്കെ നോക്കണം. ഓക്കെ, താങ്ക് യു രാംജി. ചേച്ചി. ഹലോ, നമസ്കാരം രാംജി. നമസ്കാരം. ചോദിച്ച ചോദ്യം, ശിവൻ കേരളത്തിൽ എത്തിപ്പെട്ടത് മൂസത് മൂലമാണോന്നല്ലേ? അതൊക്കെയല്ലേ സെമിനാർ ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ അതൊക്കെ. ഞാൻ അതിൽ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. ശരി 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 ശരി, ഓക്കെ. രവീന്ദ്രൻജി. രവീന്ദ്രൻജി. അൺമ്യൂട്ട് ചെയ്തിട്ടോളൂ. പറ്റില്ല. സ്വരാജ് ജി ചോദിച്ചോ. ഹലോ, രാമേട്ട കേൾക്കാവോ? കേൾക്കാം. രാമേട്ട, ഞാൻ അവിടുന്ന് ചാടിയ സ്റ്റുഡന്റ് ആണ്, PhD സെൻട്രൽ യൂണിവേഴ്സിറ്റിന്ന്. അപ്പൊ അവിടെ പിടിച്ചു വെക്കൊന്നുമില്ല. എനിക്ക് ഇതിനെ കുറിച്ച് അറിയണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. കാശ്മീരെ ശൈവതന്ത്രം ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ച് കാലങ്ങളായിട്ട് ഒരു കേൾവിയാണ്. മാമാത്തമ്പലത്തിന്റെ അടുത്താണ് വീട്. അപ്പോ അതുമായിട്ട് കറങ്ങിച്ചാൽ നടക്കാം ഇത്. അപ്പൊ അതേ കുറിച്ച് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വരാൻ പറ്റുമോ എന്ന് അറിയാനായിരുന്നു. വന്നോളൂ. രാമേട്ടന്റെ കോണ്ടാക്ട് നമ്പർ വേണമായിരുന്നു, ഒരു ചെറിയ സംശയം ചോദിക്കാനുണ്ടായിരുന്നു. നിത്യോട് പറഞ്ഞാൽ മതി. ശരി, താങ്ക് യു. രവീന്ദ്രൻജി.
അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അൺമ്യൂട്ട്. ഞങ്ങള് മന്നമ്പറത്ത് കാവിന്റെ അടുത്താണ് വീട്. ഓ, അപ്പോ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ രാംജി ഞങ്ങളെ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ വന്ന് വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരാവുന്ന സൗകര്യമുള്ള സ്ഥലമാണ് പെരിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് താമസം ഇല്ലാണ്ട് അവിടെ വന്നിട്ട് രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു വരാവുന്ന സൗകര്യത്തിൽ വരാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ താമസിക്കുന്നില്ലെങ്കിൽ അത്രയും നല്ലത്. കാര്യം അത്രയും ആളുകൾക്ക് അക്കോമഡേഷൻ കുറച്ച് നോക്കിയാൽ മതിയല്ലോ. ഞങ്ങൾ ഇവിടെ പരിമിതമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, യൂണിവേഴ്സിറ്റി അല്ലേ. അതെ. അപ്പൊ അവിടെ നമുക്ക് തിരിച്ച് രാത്രിയായാലും വരാവുന്ന ഒരു 12 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ദൂരമല്ല. ഇത് നടക്കുന്നത് കാസർഗോഡ് പേരിയാണ് കേട്ടോ. അതെ, പെരിയ യൂണിവേഴ്സിറ്റി ഞാൻ അറിയുന്ന സ്ഥലമാണ്. തേജസ്വിനി ഹിൽസ് ഹൈവേയുടെ സൈഡിലുള്ളതാണ്. നിങ്ങൾ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അന്ന് ഗുരുവായൂർ പോകേണ്ടതുകൊണ്ട് കാണാൻ പറ്റാതിരുന്നതാണ്. കുറച്ച് മെറ്റീരിയൽസിന്റെ ഫോട്ടോസ്റ്റേറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ രാവിലെ ഗുരുവായൂർ പോയത് കൊണ്ട് നിങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ അന്ന് വരുന്ന ദിവസം നിങ്ങളെ കാണാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അപ്പൊ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പരിപാടി കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. ശരി. പ്രഭോ ചേച്ചി വരൂ. ശ്രീനാജിയുടെ മോനാ. ചോദിച്ചോളൂ. പ്രഭോ ചേച്ചി അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, പറ്റുന്നില്ല തോന്നുന്നു. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ആർക്കെങ്കിലും? അപ്പൊ എല്ലാവരും ഈ അവസരം പരമാവധി ഉപയോഗിക്കുക. അക്കാദമിക് എൻഡവർ ആണ്. ആരാണ് സംസാരിക്കുന്നത്? അക്കാദമിക് എൻഡവർ ആണ്. മാത്രമല്ല ഒരു 3 ദിവസം നമുക്ക് ധാരാളം ഇൻസൈറ്റുകൾ കിട്ടുന്ന, അറിവ് ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അക്കാദമിക് സ്കോളേഴ്സ് എന്ത് ചിന്തിക്കുന്നു എന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ പലരും പല ക്ലാസ്സിലും പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഭക്തിയുടെ ആംഗിളിൽ, അതിൻ്റെ രസത്തിൻ്റെ ആംഗിളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അക്കാഡമിക്കലി എന്താണ് ഈ സബ്ജക്റ്റുകളുടെയൊക്കെ, ഭാരതീയ വിഷയങ്ങളുടെ ഒരു പ്രാധാന്യം എന്നൊക്കെ മനസ്സിലാവും. എന്താ ചോദിച്ചത്? ശൈവിസം എന്ന പദം അവോയ്ഡ് ചെയ്തുകൂടെ? ശരിയാണ്, ശൈവം ഒരു ഇസമല്ല. നമ്മൾ കാശ്മീര ശൈവം എന്നാ പറയുക. പക്ഷേ ഫോറിൻ സ്കോളേഴ്സിന് മനസ്സിലാവാനാണ് കാശ്മീർ ശൈവിസം എന്ന് പറയുന്നത്. നമ്മൾ കാശ്മീർ ശൈവിസം എന്ന് പോലും വിളിക്കരുത് എന്ന് പറയുന്ന ആൾക്കാരാണ്. നമ്മൾ ത്രികദർശനം എന്ന് വിളിക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ്. അഭിനവോക്തൻ ത്രികദർശനം എന്ന് പോലും വിളിച്ചില്ല, ഷഡർദ ദർശനം എന്നാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും വിളിക്കരുന്നുള്ള അഭിപ്രായക്കാരാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പം കോമൺ പാർലൻസിലുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അതിനോട് ഫിലോസഫിക്കലി എതിർപ്പുണ്ട്. ശരിയാണ്. ക്യാൻ യു ഷെയർ ദ റെക്കോർഡിംഗ് ഓഫ് ദ മീറ്റിംഗ് ഇൻ ദ ദേവി മഹാത്മ്യം ഗ്രൂപ്പ്? ചെയ്യാലോ, എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരെയും പ്രോഗ്രാമിന് ക്ഷണിക്കുന്നു. ഒരു വലിയ യാത്രയിൽ കൂടിയ ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പൊ ആ യാത്ര അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് അതിൻ്റെ വെന്നിക്കൊടി പാറിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്ത് സംഭവിക്കില്ലായിരിക്കും ഭാരതം ഇതിൻ്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കി കശ്മീരവും കേരളവും ഒരേ ദർശന പദ്ധതിയിൽ ചേർന്ന് നിൽക്കുന്ന 2 സ്ഥലങ്ങളാണ് എന്ന് മനസ്സിലാകും. ചിലപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് സംഭവിക്കില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതകാലം കഴിഞ്ഞു പോയാലും ആ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് കാലമെടുക്കാത്തൊരു പ്രവർത്തനത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സ്വാർത്ഥവും ഇല്ലാതെ വലിയൊരു പദ്ധതിക്ക് വേണ്ടി, ഒരുപക്ഷെ നാളെ ഇതെല്ലാം വലിയൊരു കാര്യമായിട്ട് വരുന്ന സമയത്ത് അന്ന്
നമ്മളെ കൊണ്ട് വെക്കാവുന്ന ഒരു ചെറിയ കല്ല് ആണ് ഇതെല്ലാം. എന്തായാലും പരാശക്തി ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ട് നടത്തി തന്നിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെ. അതിൽ അത്ഭുതമാണ് ഇപ്പൊ ICPR നമ്മൾ ഫണ്ട് റിക്വസ്റ്റ് അയച്ച ഉടനെ തന്നെ ICPR ഫണ്ട് ആക്സെപ്റ്റ് ചെയ്ത് നമ്മളെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ വലിയ പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും ശുഭകാമനകളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാവട്ടെ. പരാശക്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ. കാലസംഘർഷിണി ആ പരിപാടിയിൽ നിറഞ്ഞാടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വേറെ ഒന്നും പറയാനില്ലല്ലോ അബി? ഇല്ല രാംജി, ഒന്നും ശരി, നമഃശിവായ.